ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലപ്പുറത്ത് നടന്ന ഒരു പൊരിഞ്ഞ അടിയെ കുറിച്ചാണ്. വേറെ എവിടെയാണ് നടന്നിരിക്കുന്നത്? ഏറ്റവും ഹൈപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ്. നിങ്ങൾക്കറിയാം, ഞാൻ ഫുഡ് വീഡിയോസും കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഫുഡ് ബൈ അഭിരാം എന്ന് അടിച്ചിട്ടുള്ള ചാനൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-33 റീല് അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളിലും നമുക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ മലപ്പുറത്ത് പോകുന്ന വഴിക്ക് കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അടിപൊളി ചോറും മീനൊക്കെയാണ് കേട്ടോ. അത് ഒട്ടും തിരക്ക് ഒരു ട്യൂസ്ഡേ ആയിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. സാധാരണ സാധനങ്ങളിലൊന്നും അത്രത്തോളം തിരക്കൊന്നും ഉണ്ടാവില്ല. സാറ്റർഡേ സൺഡേ ഒന്നും പോലെ കസ്റ്റമർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 200 രൂപയുടെ മീന് ബില്ല് വന്നപ്പോൾ 300 അതിനാണ് ഈ അടി തുടങ്ങിയതെന്നൊക്കെയാണ്. ഏതാണ് ഈ വിഡ്ഢികൾ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഒരു 100 രൂപയുടെ കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ആ റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യാം. പോയി അത്രത്തോളം ഒരു അടിയിൽ എന്താ നടക്കും നമുക്ക് പറയാൻ പറ്റില്ല. ആരൊക്കെ നമ്മളൊന്ന് തല്ലും, എന്തൊക്കെ കിട്ടും ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവസാനം അടി കിട്ടിയാൽ നമ്മൾ 50,000 രൂപ ഹോസ്പിറ്റലിൽ പോയി ചിലവാക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ പെയിനും എൻഡ്യൂർ ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്ക് ആ അടിയുടെ വിഷ്വൽ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ടൈം വേസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ വേഗം തന്നെ ആ വിഷ്വലൊന്ന് കണ്ടു നോക്കും. അപ്പോൾ ആൾക്കാർ പറയുന്നത് വന്നിരിക്കുന്ന ആ ടീംസ് തീരെ ശരിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതിന് ഫുൾ CCTV വിഷ്വൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അധികം ആൾക്കാരുടെ ഒന്നും പോയിട്ടില്ല. ആ വിഷ്വൽ ഞാൻ ഇവിടെ എന്തായാലും കൊടുത്തേക്കാം. ഭക്ഷണം കഴിച്ച അവസ്ഥയാണ്. വെറുതെ നല്ല രീതിക്ക് പേര് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ചെറിയ കയ്യാങ്കളിയൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും പോലീസ് കേസ് എടുത്തിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. അത് വെറുതെ വിടാൻ പോകുന്നില്ല. ഉണ്ടും തൊള്ളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മോബ് അറ്റാക്കായി മാറി. കസ്റ്റമറിന്റെ ഭാഗത്ത് 2 ആൾക്കാരുണ്ട്, ബാക്കി ആരൊക്കെയോ തമ്മിൽ കൂട്ടാടി. ഇതാ ഫുള്ളടി തൂക്കിയടി. ചോറ് കഴിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ നിന്ന് എണീറ്റു. എമ്മാതിരി മണ്ടന്മാരായിരിക്കണതൊക്കെ. അതിൻ്റെ ഇടയിൽ വേറെ ആരൊക്കെയോ ചാടി വരുന്നു. എല്ലാവരും ഇപ്പോൾ ഫോണൊക്കെ പൊക്കി പിടിച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും കിട്ടിപ്പെരങ്ങി കേട്ടോ. ഷർട്ടെല്ലാം നോക്കിയാട്ടെ ഫുള്ള് കീറി സീനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവർ കുറച്ച് സെക്യൂരിറ്റി ഗാർഡിനൊക്കെ അധികം വെക്കുന്നത് നല്ലതായിരിക്കും ഈ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇതാണ് ആ ഉണ്ടായ അടി വിഷ്വൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എന്തൊക്കെയാണെങ്കിലും ഇതുപോലെയുള്ള സംഭവങ്ങളിലൊക്കെ നിങ്ങൾ എടുത്തു ചാടുന്നതിൻ്റെ മുമ്പേ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇതുപോലെയുള്ള വിവരക്കേടുകൾ നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം.
നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരും, ആ മുറി പൊട്ടിക്കേണ്ടി വരും, കൈയും കാലും ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോയി ശരിയാക്കേണ്ടി വരും, എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ആലോചിക്കുമോ ഇതുപോലെയുള്ള പരിപാടിക്കെല്ലാം ഇറങ്ങുന്നതിൻ്റെ മുമ്പേ. ഇനിയിപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട്, കുറേ കമൻസ് എല്ലാം വൈറലായിട്ടുണ്ട് അത്ര, അങ്ങനെ അതിൻ്റെ പരിപാടി തീർന്നു കിട്ടി എന്നൊക്കെ. എന്ത് പരിപാടി തീർന്നു കിട്ടാൻ? സ്റ്റാഫിനൊന്നും ആരും സത്യം പറഞ്ഞാൽ ഞാൻ കമൻസൊക്കെ നോക്കുമ്പോൾ ആരും കുറ്റം പറയുന്നതായിട്ട് കാണുന്നില്ല. വന്ന ആൾക്കാർ ശരിയില്ല എന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റാഫിൻ്റെ പെരുമാറ്റം കാരണമാണെന്നൊന്നും ഒന്നും പറയുന്നില്ല. കാരണം ഇത്രത്തോളം ആൾക്കാർ പോകുന്നൊരു സ്ഥലമല്ലേ. എനിക്ക് തോന്നുന്നു ഒരു ആഴ്ചയിൽ എടുത്താൽ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ പോകുന്നുണ്ട്. ഡെയിലി വൈസ് തന്നെ പോകുന്നുണ്ട് തോന്നുന്നു ആയിരക്കണക്കിന് ആൾക്കാർ. അപ്പോൾ അത്രയും സ്റ്റാഫിൻ്റെ എന്തെങ്കിലും പ്രകടനമായിട്ടുള്ള ഇതുണ്ടെങ്കിൽ അവർക്ക് നേരെ കൂടുതൽ അറ്റാക്ക് വരൂ ഫസ്റ്റ് തന്നെ. കാരണം ആൾക്കാർ ആഞ്ഞടിക്കും അപ്പം തന്നെ, ചെറിയൊരു നെഗറ്റീവ് ഉള്ളപ്പം തന്നെ. അപ്പോൾ ഇത് ഈ കഴിച്ച ആൾക്കാരുടെ പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ബില്ലിൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമായിട്ട് പല സ്ഥലത്തും അങ്ങനെയൊക്കെ വന്നേക്കാം. അങ്ങനെ വരാൻ പാടില്ല, വന്നേക്കാം. പക്ഷേ ഈവൻ വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾ ബില്ലടിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ എനിക്ക് തന്നെ പലപ്പോഴും 2-3 പ്രാവശ്യമായിട്ട് പറ്റിയിട്ടുണ്ട്. വലിയ ഹൈപ്പർ മാർക്കറ്റ്സിന് എന്തെങ്കിലും സാധനത്തിൻ്റെ നമ്മൾ ഓഫർ എന്ന് പറഞ്ഞിട്ട് 300 ഉണ്ടാവുക, പക്ഷേ 10-50 ഐറ്റം ഉണ്ടാകുമ്പോൾ ആ 300ൻ്റെ സാധനം ചിലപ്പോൾ 500 ആയിട്ട് തന്നെ ആയിരിക്കും ഇവർ അടിച്ചു വെച്ചിട്ടുണ്ടാവുക. അത് അങ്ങനെ അനുഭവം ഉള്ളതായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻസ് ഇടണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സംഭവത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും കർശനമായിട്ടുള്ള നടപടി നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ എടുക്കണം. ഇത് ചെയ്ത ആൾക്കാർ ക്രമസമാധാനം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അത്രയും ആൾക്കാർ അവിടെ ഭക്ഷണം കഴിക്കാൻ വന്ന ആൾക്കാരുടെ എല്ലാം മനസമാധാനം കളഞ്ഞുകൊണ്ടാണ് ഈ ഒരു പരിപാടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാലിഡായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.